ഓം നമഃശിവായ. ലോകത്തെ നിലനിൽക്കുന്ന ദൈവസങ്കല്പങ്ങളിൽ ഏറ്റവും മനോഹരവും അർത്ഥവത്തായതുമാണ് ശിവസങ്കല്പം. ഏറ്റവും പ്രാചീനമായത് എന്ന് വേണമെങ്കിലും പറയാം. ശിവൻ എന്നാൽ ജീവൻ എന്നാണ് അർത്ഥം. ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമ്പോൾ അത് ശവമാകുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന ഉപനിഷത് വചനവും ആത്മാവാണ് ദൈവമെന്ന ബൈബിൾ വചനവും അന അൽ ഹക്ക് എന്ന സൂഫി ചിന്തയുമെല്ലാം എത്തിച്ചേരുന്നത് ശിവനാണ് ദൈവം എന്ന സത്യത്തിലേക്ക് മാത്രമാണ്. ജീവൻ പ്രദാനം ചെയ്യുന്നതെന്നതിന്റെ പ്രതീകമായാണ് ലിംഗാരാധനയുണ്ടായത്. ജീവന് സ്വീകരിക്കാൻ ശക്തി സ്ത്രീക്കു മാത്രമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ശക്തിയില്ലാതെ ശിവനില്ല എന്ന വിശ്വാസമുണ്ടായത്. അർദ്ധനാരീശ്വര സങ്കല്പവും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. സ്ത്രീയാണ് പ്രകൃതിയെന്ന സങ്കല്പം പോലെ മനോഹരമായത് വേറെന്തുണ്ട്? നാം മലയാളികൾക്ക് ശിവരാത്രി എന്നത് കേരളം കണ്ട ഏറ്റവും മഹത്തായ വിപ്ലവത്തിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. ജാതീയതയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഉഴറിയിരുന്ന അനേക ലക്ഷം പിന്നോക്ക ദളിത വിഭാഗങ്ങൾക്ക് ആത്മീയ ഉണർവിന്റെ, ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ അത്യുന്നതങ്ങളിലേക്കുള്ള വാതായനം തുറന്നു നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് ഇന്ന് 128 വർഷങ്ങൾ തികയുകയാണ്. ശിവശങ്കര സർവശരണ്യവിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമെരുംപൊരുളേ. കടപ്പരികെ ഗോപി പ്രണവ്.